എനിക്ക് നല്ല വിശക്കുന്നു. ഈ പൂവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ്. അല്ല, നീ ഒരു മാലാഖയാണല്ലോ. എനിക്ക് കുറച്ച് പൂക്കൾ തരൂ. എന്റെ ശരീരത്തിന് കുറച്ച് ആശ്വാസം ലഭിക്കും. ഇല്ല ഇല്ല, ദയയുടെ വികാരങ്ങളിൽപ്പെട്ട് ഞാൻ ഒരിക്കലും ഒരു നഷ്ടവും സഹിക്കില്ല. മുന്നോട്ട് പോകൂ, മുന്നോട്ട് പോകൂ. ഒരു കാട്ടിൽ ചോട്ടുമാൻ, ലംബുമാൻ എന്നീ രണ്ടു മാനുകൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം തികച്ചും വിപരീതമായിരുന്നു. ചോട്ടു, നീ മാൻ വർഗത്തിന്റെ പേര് കളങ്കപ്പെടുത്തി. നിന്റെ പെരുമാറ്റത്തിൽ മുഴുവൻ കാടും അസ്വസ്ഥമാണ്. അവർ നിന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോഴെല്ലാം എനിക്ക് വളരെ ലജ്ജ തോന്നുന്നു. നിനക്ക് നാണക്കേട് തോന്നിയാൽ ഒരു ദിവസം നീ നാണക്കേടിൽ മുങ്ങിവരിക്കും. ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ പോലെ ലജ്ജയില്ലാത്തവനായി നോക്കൂ. എത്ര രസകരമാണത്. നീ ഒരിക്കലും നന്നാവില്ല. എപ്പോഴെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കൂ. എത്ര നല്ല ഫീലാണത്. ഇങ്ങനെ അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷെ ചോട്ടുമാൻ എപ്പോഴത്തെയും പോലെ തനിക്ക് തോന്നുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു ദിവസം ചോട്ടുമാൻ പൂന്തോട്ടത്തിൽ കുറച്ച് പൂക്കൾ കണ്ടു. അരേ വാ, ഈ പൂക്കൾ വളരെ ഭംഗിയുള്ളതും തേൻ നിറഞ്ഞതുമാണ്. അത് കഴിക്കാം. അവൻ ആ പൂക്കളെ കഴിക്കുവാൻ തുടങ്ങി. കുറച്ചകലെ ലംബുമാനും അതേ പൂക്കൾ കഴിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും പൂക്കൾ കഴിച്ചു. എന്നിട്ട് വയറ് നിറഞ്ഞു. ശരി, ഇനി ഈ പൂക്കളെ വീട്ടിൽ കൊണ്ടുപോകാം. നാളത്തേക്ക് ഉപയോഗപ്പെട്ടാലോ? അപ്പോൾ ലംബുമാൻ ചിന്തിച്ചു, ഞാനും കുറച്ചു പൂവ് നാളത്തേക്ക് വേണ്ടി മുൻകൂട്ടി പറിച്ചെടുക്കാം. ചോട്ടുമാൻ പൂക്കൾ പറിച്ച് അതിനെ തന്റെ ഗുഹയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ലംബുമാനും ബാക്കി വന്ന പൂക്കൾ പറിച്ചെടുത്ത് തന്റെ ഗുഹയിലേക്ക് കൊണ്ടുവന്നു. വാ, നാളത്തേക്കും കൂടെ ആയി. ഇനി ശരിക്കൊന്നുറങ്ങാം. അതേസമയം ഒരു മാലാഖ അതുവഴി കടന്നു പോവുകയായിരുന്നു. വളരെ ക്ഷീണം തോന്നുന്നു. എനിക്ക് യൂക്കാലിപ്റ്റസ് പൂക്കൾ ലഭിച്ചിരുന്നെങ്കിൽ നന്നായേനെ. അപ്പോൾ പൂക്കളുടെ സുഗന്ധം അവളുടെ മൂക്കിലെത്തി. ഹായ്, ഇത് യൂക്കാലിപ്റ്റസ് പൂവിന്റെ മണമാണല്ലോ. അവൾ മണം പിടിച്ച് ചോട്ടുമാനിന്റെ ഗുഹയിലെത്തി. അല്ല, നീ ഒരു മാലാഖയാണല്ലോ. എനിക്ക് നല്ല വിശക്കുന്നു. ഈ പൂവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ്. ഇതാണ് ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭക്ഷണം. എനിക്ക് കുറച്ച് പൂക്കൾ തരൂ. എന്റെ ശരീരത്തിന് കുറച്ച് ആശ്വാസം ലഭിക്കും. ഇല്ല ഇല്ല, ദയയുടെ വികാരങ്ങളിൽപ്പെട്ട് ഞാൻ ഒരിക്കലും ഒരു നഷ്ടവും സഹിക്കില്ല. മുന്നോട്ട് പോകൂ, മുന്നോട്ട് പോകൂ. പാവമാലാഖ വളരെ മോശം അവസ്ഥയിൽ മുന്നോട്ടു നീങ്ങി. അവൾക്ക് വീണ്ടും പൂക്കളുടെ സുഗന്ധം അനുഭവപ്പെട്ടു. വീണ്ടും ഈ മണം എവിടെ നിന്നാണ് വരുന്നത്? എനിക്ക് അനങ്ങാൻ പോലും വയ്യ. അവൾ അവിടെ തന്നെ കാലിടറി വീണു. അല്ല, നീ ഒരു മാലാഖയാണല്ലോ. എന്തു പറ്റി നിനക്ക്? ഏത് പൂക്കളുടെ സുഗന്ധമാണോ വരുന്നത്? എനിക്ക് സുഖം പ്രാപിക്കാൻ വേണ്ടി അത് കഴിക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്തു സംഭവിക്കാം? ഈ സുഗന്ധം ഞാൻ ഗുഹയിൽ വച്ചിരിക്കുന്ന പൂക്കളിൽ നിന്നുമാ വരുന്നത്. ഞാനിപ്പോൾ തന്നെ കൊണ്ടുവരാം. ലംബുമാൻ തന്റെ ഗുഹയിലേക്ക് പോയി തന്നോടൊപ്പം കുറച്ച് പൂക്കൾ കൊണ്ടുവന്നു. മാലാഖേ, കഴിക്ക്. മാലാഖ ആ പൂക്കൾ കഴിച്ചു. എന്നിട്ട് ആശ്വാസമായി ഇപ്പോൾ എനിക്ക്. എന്നിട്ട് അവൾ എഴുന്നേറ്റ് നിന്നു. എന്റെ പ്രിയപ്പെട്ട മാനെ, നിനക്ക് വളരെയധികം നന്ദി. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? ഇല്ല, എനിക്കൊന്നും തന്നെ വേണ്ട. നീ എന്റെ ജീവൻ രക്ഷിച്ചു. നിനക്ക് എന്നോട് 3 ആഗ്രഹങ്ങൾ ചോദിക്കാം. ശരി, എന്നാൽ ആദ്യത്തേത്, നമ്മുടെ കാട്ടിലെ മുയലുകൾ വളരെ വിഷമത്തിലാണ്. എന്തെന്നാൽ ക്യാരറ്റ് കഴിക്കാൻ വേണ്ടി അവർക്ക് ഗ്രാമത്തിലെ വയലുകളിൽ പോകേണ്ടി വരുന്നു. അവരുടെ ഈ വിഷമം ഒന്ന് മാറ്റൂ. രണ്ടാമത്തെ ആഗ്രഹം, നമ്മുടെ വനത്തിലെ തടാകത്തിൽ മാലിന്യം വളരെയധികം നിറഞ്ഞിരിക്കുന്നു. താങ്കൾ അത് വൃത്തിയാക്കിയാലും. മൂന്നാമത്തെ ആഗ്രഹം ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കാം. എന്റെ ഗുഹയിൽ വളരെയധികം പാറക്കെട്ടുകളാ. അവിടെ പുല്ല് വന്നിരുന്നുവെങ്കിൽ വളരെ നന്നായേനെ. ഇത് കേട്ട് മാലാഖ തന്റെ വടി വീശി. കാട്ടിൽ ക്യാരറ്റുകളുടെ ഒരു പാടം സൃഷ്ടിക്കപ്പെട്ടു. ധാരാളം മുയലുകൾ അതിനടുത്ത് വന്നു. അരേ വാ, ക്യാരറ്റ് നമ്മുടെ കാട്ടിലോ? അതിനുശേഷം കുളത്തിലെ വെള്ളമെല്ലാം ശുദ്ധമായി. ലംബുമാന്റെ ഗുഹയിൽ പച്ചപ്പുല്ലും വളർന്നു. കൊള്ളാലോ. ലംബുമാൻ അതിലിരുന്നു. അവന്റെ മുഖത്ത് ഒരു ആശ്വാസഭാവം പ്രത്യക്ഷപ്പെട്ടു. നന്ദി മാലാഖേ. ഇനി ഞാൻ പോകുന്നു. ഇത് പറഞ്ഞ മാലാഖ പറന്നുപോയി.
പിറ്റേന്ന് രാവിലെ ചോട്ടുമാൻ ഉണർന്നപ്പോൾ തന്റെ മുന്നിൽ ഒരു ക്യാരറ്റ് പാടം കണ്ടു. അരെ, ഈ ക്യാരറ്റ് പാടം! അവിടെ കുറച്ചു മുയലുകൾ ക്യാരറ്റ് തിന്നുകയായിരുന്നു. ഒരു രാത്രി കൊണ്ട് എങ്ങനെയാ ഈ ക്യാരറ്റ് പാടം വന്നത്? ഇത് ലംബുമാൻ നമുക്കായി വളർത്തിയെടുത്തതാണ്. ലംബു? അതെ, അവൻ നിന്നെ പോലെയല്ല. അവൻ എല്ലാവർക്കും വേണ്ടി നല്ലത് മാത്രം ചിന്തിക്കുന്നു. വളരെ നല്ലൊരു ചിന്തകം വന്നിരിക്കുന്നു. ഇതും പറഞ്ഞ് ചോട്ടുമാൻ കുളത്തിനടുത്ത് എത്തിച്ചേർന്നു. അല്ല, ഈ തടാകം എങ്ങനെയാ ഇത്ര വൃത്തിയുള്ളതായി കാണപ്പെടുന്നത്? ഈ തടാകം ലംബുമാനാ വൃത്തിയാക്കിയത്. അവൻ എവിടെ, നീ എവിടെ? രണ്ടുപേരും ഒരേ ജാതിയിൽപ്പെട്ടവരാണെന്ന് തോന്നത്തേയില്ല. ഈ ലംബു എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു. ചോട്ടുമാൻ ലംബുമാനിന്റെ ഗുഹയിൽ എത്തിച്ചേർന്നു. ഈ പച്ചപ്പുല്ല് നിന്റെ ഗുഹയിൽ എങ്ങനെ വളർന്നു? ഈ പുല്ല് വളർത്തിയത് അതേ മാലാഖ തന്നെയാണ്. ഇന്നലെ ആ പാവം കാട്ടിൽ വിശന്ന് വലയുകയായിരുന്നു. ഞാൻ അവൾക്ക് ആഹാരം കൊടുത്തു. അപ്പോൾ അവൾ എന്നോട് 3 ആഗ്രഹങ്ങൾ ചോദിച്ചു. ഞാൻ ക്യാരറ്റ് പാടവും കുളം വൃത്തിയാക്കലും പിന്നെ എന്റെ ഗുഹയ്ക്ക് വേണ്ടി പുല്ലും ആവശ്യപ്പെട്ടു. കൊള്ളാലോ, എന്നിൽ നിന്ന് വളരെ വലിയ തെറ്റാ ഇന്നലെ സംഭവിച്ചത്. ചോട്ടുമാൻ തന്റെ ഗുഹയിലേക്ക് പോയി. അവിടുന്ന് അവൻ ആ പൂവും എടുത്തുകൊണ്ട് മാലാഖയെ അന്വേഷിക്കുവാൻ തുടങ്ങി. എവിടെയാണ് ഈ മാലാഖ? എവിടേക്കാ പോയത്? അപ്പോൾ അവൻ ഒരു മരത്തിന്റെ അടുത്ത് മാലാഖ ഇരിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ട മാലാഖേ. നീയോ? നീ ഇന്നലെ എനിക്ക് പൂ തരാൻ വിസമ്മതിച്ചതാണല്ലോ. അതെ, പക്ഷെ ഇന്ന് ഞാൻ ഇത് നിനക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാ. ശരി. മാലാഖ പൂ എടുത്തു. എന്നിട്ട് കഴിച്ചിട്ട് പറഞ്ഞു, നന്ദി. ഏയ്, അത് പറ്റില്ല, അത് പറ്റില്ല. നീ എന്റെ 3 ആഗ്രഹങ്ങളും സാധിച്ചു തരണം. അതാ എനിക്ക് വേണ്ടത്. ശരി, ചോദിക്കൂ. ഇത് കേട്ട് ചോട്ടുമാൻ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ വളരെ രുചികരമായ പഴങ്ങൾ വളർത്തും. പലതരം പഴങ്ങളുള്ള ചെറിയ ചെറിയ ചെടികൾ. എനിക്ക് ദിവസം മുഴുവനും സുഖമായിരുന്ന് അവ കഴിച്ചുകൊണ്ടിരിക്കണം. ശരി. മാലാഖ വടി വീശി അവിടെ പലതരത്തിലുള്ള പഴങ്ങളുടെ ചെടികൾ സൃഷ്ടിച്ചു. അടുത്ത ആഗ്രഹം ചോദിക്കാനുള്ളപ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ വരാം. കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. ചോട്ടുമാൻ സന്തോഷത്തോടെ ആ പഴങ്ങൾ കഴിച്ചു തുടങ്ങി. മാലാഖ ആകാശത്തേക്ക് പറന്നുപോയി. ഇത് കുറെ നേരം തുടർന്നു. ഈ ചോട്ടുമാൻ ഇതെങ്ങനെയാ ഇത്രയധികം ഫലങ്ങളുള്ള ചെടികൾ ലഭിച്ചത്? എനിക്കിതെല്ലാം ആ മാലാഖ. എന്നിട്ട് അവൻ ആപ്പിൾ കടിച്ചു. എന്നിട്ട് തിന്നാൻ തുടങ്ങി. ഇതെന്താ എനിക്ക് എന്നെ തന്നെ തടയാൻ കഴിയാത്തത്? അവൻ വീണ്ടും ആപ്പിൾ കടിച്ചു. എന്നിട്ട് തിന്നാൻ തുടങ്ങി. ഇവന് ഭ്രാന്ത് പിടിച്ചോ? ചോട്ടു, മതി, ഇത്രയും കഴിക്കരുത്. നിന്റെ വയറ് വീർക്കാൻ തുടങ്ങിയിരിക്കുന്നു. അയ്യോ, ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല മാലാഖേ, മാലാഖേ. അപ്പോൾ മാലാഖ അവിടെ എത്തിച്ചേർന്നു. എന്തു പറ്റി? എനിക്ക് കൂടുതൽ കഴിക്കണ്ട, എന്നെ തടയൂ. ദിവസം മുഴുവൻ സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അയ്യോ, എന്റെ വയറേ. ഇങ്ങനെ പറഞ്ഞു വീണ്ടും അവൻ ആപ്പിൾ കഴിച്ചു. ശരി, ഞാനിത് തടയാം. മാലാഖ മാജിക് ചെയ്തു. ചോട്ടുമാൻ കഴിക്കുന്നത് നിന്നു. ആ എല്ലാ ചെടികളും അപ്രത്യക്ഷമായി. അല്ലയോ ദൈവമേ! മാൻ നിലത്തു വീണു. എന്നിട്ട് ദീർഘമായി പിന്നെ ശ്വസിക്കാൻ തുടങ്ങി. മാലാഖേ, എന്റെ വയറുള്ളിലേക്കാക്കൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ശരി, ചെയ്യാം. മാലാഖ മാജിക് കാണിച്ച് അവന്റെ വയറുള്ളിലേക്ക് ആക്കി. നന്ദി മാലാഖേ, നീ എന്റെ രണ്ടാമത്തെ ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കൂ. രണ്ടാമത്തെ അല്ല, ഇപ്പോൾ നിന്റെ 3 ആഗ്രഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 3 എന്ന് വെച്ചാൽ ആദ്യത്തെ ആഗ്രഹം ദിവസം മുഴുവൻ തിന്നുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ ആഗ്രഹം നീ കഴിച്ചുകൊണ്ടിരുന്നത് നിർത്തുക. മൂന്നാമത്തെ ആഗ്രഹം നിന്റെ വയർ പഴയതുപോലെ ആക്കുക. ഇത് കേട്ടതും ചോട്ടുമാനിന്റെ മുഖം വിളറി. എന്റെ കാര്യം
നീ ആവശ്യപ്പെട്ടതെല്ലാം നിനക്ക് വേണ്ടി മാത്രം ചിന്തിച്ചാ ചോദിച്ചത്. അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനവും ലഭിച്ചില്ല. ആരാണോ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നത് അവർക്ക് നല്ലത് തന്നെ സംഭവിക്കുന്നു. മലഹെ, എന്റെ കയ്യിൽ ഇനിയും പൂക്കളുണ്ട്. വരൂ, ഞാൻ നിനക്ക് കഴിക്കാൻ തരാം. ഇത് കേട്ട് മാലാഖ ഉറക്കെ നിലവിളിച്ചു. ഇല്ല! മാലാഖ വേഗത്തിൽ ആകാശത്തേക്ക് പറന്നുപോയി. ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും തന്റെ വയറിൽ കൈവച്ച് ഉറക്കെ ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി.